നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിൽ പിന്നെ ഖസ്വാ വെള്ളം കുടിച്ചില്ല, ഖസ്വാ ഭക്ഷണം കഴിച്ചില്ല. കരഞ്ഞു 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 മദീനയിൽ തന്നെ കിടന്ന് മദീനയിൽ വെച്ച് മരിച്ചുപോയി. ആ ഖസ്വാഇന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ പരലോകത്ത് ഓടിച്ചെല്ലാൻ ഒരു ന്യായമുണ്ടായിരുന്നു. ആ മൃഗത്തിന്റെ ശരീരത്തിലെ ഒരു രോമമായിരുന്നെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അമർന്നിരുന്നതിന്റെ മധുരമുണ്ടായിരുന്നു. ആ ഖസ്വാഇന്റെ നെറ്റിത്തടത്ത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാടി രോമങ്ങൾ സ്പർശിച്ചിട്ടുണ്ട്. ആ ഖസ്വാഇന്റെ മുതുകിൽ എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര തവണയാണ് ഇരുന്നത്, എത്ര വട്ടമാണ് യാത്ര ചെയ്തത്. ഖസ്വാഇന്റെ കാലുകളുടെ മൂല്യമുള്ള കാലുകളുണ്ടോ ഈ പ്രപഞ്ചത്തിൽ? പ്രപഞ്ചത്തിന്റെ വെളിച്ചത്തെ വഹിച്ച് അറബ് നാട്ടിലെ മാമലകളിലൂടെ, മലമടക്കിലൂടെ, മണൽപ്പരപ്പിലൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞ മഹാനിയോഗമല്ലേ ആ ഒട്ടകത്തിന് കിട്ടിയത്? അതിന്റെ കാലിലെ ഒരു രോമമായിരുന്നെങ്കിൽ, അതിന്റെ ഒരു കുളമ്പായിരുന്നെങ്കിൽ നാളെ സ്വർഗത്തിലെത്താൻ ഒരു വഴിയായിരുന്നല്ലോ.